നമസ്കാരം, ചാനലിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയുടെ ചാപ്റ്റർ 4 നമ്മൾ അർത്ഥമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ശ്ലോകം 25 ചാപ്റ്റർ 4 ആ ഒരു ശ്ലോകത്തിലേക്ക് പോകാം. അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മളെ ഇന്നത്തെ വളരെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ ലോകത്ത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഒരു വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നമുക്ക് തരികയും നമ്മളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ഭഗവത്ഗീത. അതുകൊണ്ടാണല്ലോ ഇന്ന് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഭഗവത്ഗീത ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ അവരുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മാനേജ്മെൻറ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് ടിപ്സ് നമുക്ക് ഭഗവത്ഗീത വിവിധ ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് തരുന്നു. ഒരു കഥയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് വായിക്കാനും ഒന്നും ആരും മെനക്കെടാറില്ല. എന്നാൽ അത് വളരെ കാര്യമായിട്ട് ആ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ഒരു ശക്തിയും അതുപോലെ തന്നെ ഒരു ഗൈഡൻസും തന്നെയാണ് ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 25-ാമത്തെ ശ്ലോകം ചൊല്ലാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗുരുഭ്യോ നമഃ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. അത് ശ്രീമദ് ഭഗവത്ഗീത ജ്ഞാനകർമ്മ സന്യാസയോഗ ശ്ലോകം 25. ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്യതി. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്യതി. അപ്പോൾ ഇവിടെ പറയുന്നത് മറ്റ് യോഗികൾ ദൈവയജ്ഞം തന്നെ അനുഷ്ഠിക്കുന്നു എന്നാണ്. അപരേ യോഗിന എന്നാണ് പറയുന്നത്. മറ്റ് യോഗികൾ ദൈവയജ്ഞം തന്നെ അനുഷ്ഠിക്കുന്നു. അപരേ ബ്രഹ്മാഗ്നോ. എന്നാൽ മറ്റു ചിലരോ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ സർവകർമ്മങ്ങളും സമർപ്പിക്കുന്നു. യജ്ഞേന ഏവ. യജ്ഞത്താൽ ആത്മാഭാവത്താൽ തന്നെ യജ്ഞത്തെ സ്വന്തം വ്യക്തിത്വത്തെ തന്നെ ഉപജുഹ്യതി ആഹൂതി ചെയ്യുന്നു. അപ്പോൾ ഒരു യജ്ഞം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഹോമം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണോ സമർപ്പിക്കുന്നത് അതുപോലെ യോഗികൾ ദൈവയജ്ഞം തന്നെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ മറ്റ് ചിലർ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ തൻ്റെ തന്നെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു, സ്വന്തം വ്യക്തിത്വത്തെ തന്നെ സമർപ്പിക്കുന്നു, ആഹൂതി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ധ്യാനത്തിൽ ബുദ്ധിയെയും അതിക്രമിക്കുമ്പോഴാണ് ആത്മ അനുഭവം ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ ആത്മാനുഭൂതിയാണ് അവിടെ ശരിക്കും ഉണ്ടാകുന്നത്. ആത്മാവിനെ അറിയുന്നതിനുള്ള ഒരു പ്രക്രിയ തന്നെയാണ് ധ്യാനം. അങ്ങനെയാകുമ്പോൾ പടിപടിയായിട്ട് ആ ധ്യാനാവസ്ഥയിലെത്തുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് നേരത്തെങ്കിലും ആ ഒരു അതീന്ദ്രിയമായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടാകുന്നു. എന്നാൽ ജീവൻ മുക്തന്മാരെന്നൊക്കെ നമ്മൾ പറയുന്നത് ബുദ്ധനെയോ ക്രിസ്തുവിനെയോ അതുപോലെ നാരായണ ഗുരുദേവനെയോ ഒക്കെ ആയിരിക്കും ജീവൻ മുക്തന്മാരെന്ന് പറയുന്നത്. അവരൊക്കെ എങ്ങനെ ജീവിച്ചതെന്ന് ചോദിച്ചാൽ തൻ്റെ ജീവിതം മുഴുവനും കർമ്മനിരതരായിട്ട് ജീവിച്ചു. എന്നാൽ നമ്മൾ വേറെ ചില യോഗിവര്യന്മാരായിട്ടുള്ള രമണ മഹർഷിയെ പോലുള്ളവർ അല്പം മാത്രം അങ്ങനെയൊക്കെ കർമ്മനിരതരായുള്ളൂ. രമണ മഹർഷിയൊന്നും അങ്ങനെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ കർമ്മനിരതനായിട്ട് ജീവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പലരും പല രീതിയിലാണ് ഈ ഒരു ബ്രഹ്മാനുഭൂതിയിലേക്ക് എത്തുന്നതും ഒക്കെ തന്നെ. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ആ ഒരു രീതി തിരഞ്ഞെടുക്കാമെന്നും മറ്റു ചിലരാണെങ്കിൽ പൊതു കർമ്മരംഗങ്ങളിൽ നിന്ന് തീരെ വിട്ടുനിന്ന് അതിലേക്ക് പ്രവേശിക്കാതെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പൊതു കർമ്മരംഗങ്ങളിൽ വരാത്ത ആളുകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ രമണ മഹർഷിയെ പോലെയൊക്കെ ഉള്ളവരെന്ന് പറയാം. അപ്പോൾ ഇവിടെ ലോകത്തോട് ബന്ധപ്പെടുകയും അതുപോലെ ലോകത്തിൽ തന്നെ ഇരുന്ന് ലോകത്തിൻ്റെ വ്യവഹാര കാര്യങ്ങളിൽ ബന്ധപ്പെടുന്ന ഒരു ജീവൻ മുക്തൻ്റെ മനോഭാവം എന്തായിരിക്കും
എന്നൊക്കെ ഒരു സംശയം നമുക്ക് തോന്നാം. അപ്പോൾ നമ്മൾ ഒരു യോഗി അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ തന്നെ തൻ്റെ ശരീരം, മനസ്സ്, ബുദ്ധിയൊക്കെ ഒരു പൂർണ്ണ തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആളാണല്ലോ യോഗി. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആ യോഗിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണത നേടുക എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയും, അപ്പോൾ ഏതൊരു യോഗിയും, ഇപ്പോൾ നമ്മൾ ഒരുപാട് നമുക്കറിയുന്ന യോഗിമാരുടെ ലിസ്റ്റിൽ നമുക്ക് ചട്ടമ്പി സ്വാമികൾ, നാരായണ ഗുരുദേവൻ, ബുദ്ധൻ, അതുപോലെ ഒക്കെ ഒക്കെ രമണ മഹർഷി ഒക്കെ ഒരുപാട് യോഗികൾ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാം ദൈവയജ്ഞമാണ് നടത്തുന്നത്. അതായത് ദിവ് എന്ന ധാതുവിൽ നിന്നാണ് ദൈവം എന്ന വാക്ക് വന്നത്. അപ്പോൾ ദൈവം എന്ന വാക്ക് ദിവ് എന്ന ധാതുവിൽ നിന്ന് വന്നു. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ തന്നെയാണ് ദേവന്മാരെന്ന് പറയുന്നത്. ചെവി, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇതാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അത് പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങളാണ് സ്പർശം, രൂപം, രസം, ഗന്ധം, ശബ്ദം തുടങ്ങിയ വിഷയങ്ങൾ. അപ്പോൾ ഇങ്ങനെ യോഗികളായാലും ഈ ലോകത്ത് പ്രവർത്തിക്കുമ്പോൾ അവർ ഇന്ദ്രിയങ്ങളിലൂടെ പല വിഷയങ്ങളും ഇങ്ങനെ അവർക്ക് പല വിഷയങ്ങളിലും ഇടപെടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ ഇന്ദ്രിയ ദേവതകളെ പ്രീതിപ്പെടുത്താനായിട്ട് സ്വയം തന്നെ സ്വയം ഹോമിക്കപ്പെടുന്ന നിലയിലാണ് അവർ നോക്കിക്കാണുന്നത്. അവരുടെ ഓരോ കർമ്മവും അവർ ഭഗവാനിൽ സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കർമ്മമണ്ഡലത്തിൽ വളരെ നന്നായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ അതാണ് സ്വയം ഹോമിക്കുക എന്ന് പറയുന്നത്. ഇന്ദ്രിയ ദേവതകളെ പ്രീതിപ്പെടുത്താൻ ഇന്ദ്രിയങ്ങളിലൂടെയാണല്ലോ നമ്മൾ പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ പലതും അറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഇന്ദ്രിയ ദേവതകളെ പ്രീതിപ്പെടുത്താൻ സ്വയം ഹോമിക്കപ്പെടുന്ന നിലയിലായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അങ്ങനെ കഴിയുന്ന ഒരുവന് അപ്പോൾ എന്താ പറയുന്നത്, ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഹോമിക്കുന്നു, ആ ബ്രഹ്മത്തിലേക്ക് തന്നെ ഹോമിക്കുമ്പോൾ അയാൾ ഒന്നിലേക്കും ശക്തനാവുന്നില്ല. അങ്ങനെ ഒന്നിലേക്കും ആസക്തനാവാതെ വിട്ടുനിൽക്കാനും ആന്തരശക്തി കൈവരിക്കാനും കഴിയുന്നു. അതിനെയാണ് ദേവയജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതാണ് പറയുന്നത്, അപരേ യോഗിന, മറ്റു ചില യോഗികൾ ദൈവം യജ്ഞം ദൈവയജ്ഞം തന്നെ പര്യുപാസതയെ അനുഷ്ഠിക്കുന്നു. അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. അപരേ, മറ്റു ചിലർ ബ്രഹ്മാഗ്നോ, ബ്രഹ്മമാകുന്ന അഗ്നിയിൽ യജ്ഞേന യജ്ഞത്താൽ അല്ലെങ്കിൽ ആത്മസമർപ്പണത്താൽ തന്നെ യജ്ഞത്തെ അല്ലെങ്കിൽ സ്വയം വ്യക്തിത്വത്തെ ഉപജുഹ്യതി, ആഹുതി ചെയ്യുന്നു. അതാണ് ഈ വാക്കുകളുടെ അർത്ഥം. അതായത് ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്യതി. അപ്പോൾ ഇങ്ങനെ ചിലരാണെങ്കിൽ ബ്രഹ്മയജ്ഞം ചെയ്യുന്നു. അതായത് ബ്രഹ്മാഗ്നിയിൽ ബ്രഹ്മത്താൽ ഹോമിക്കുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ശരീരമുള്ളിടത്തോളം കാലം നമുക്ക് വിഷയാനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ഈ ബാഹ്യ അനുഭവങ്ങൾ നമ്മളിൽ സുഖമോ ദുഃഖമോ ഉണ്ടാക്കുന്നില്ല. എന്നാൽ പ്രപഞ്ചത്തോടുള്ള നമ്മുടെ മനോഭാവമാണ് സുഖദുഃഖങ്ങൾക്ക് കാരണം. അപ്പോൾ ഇന്ദ്രിയ അനുഭവങ്ങൾ ഒരു ഉപകരണങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ ബ്രഹ്മാഗ്നിയിൽ ഹോമിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കർമ്മങ്ങൾ ചെയ്യുന്നത് ലോകസേവയ്ക്കായിട്ട് ചെയ്യുക, ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് മോചിക്കാൻ അല്ലെങ്കിൽ സ്വയം മോചനം നേടാൻ അതാണ് വഴി. അപ്പോൾ ലോകസേവയ്ക്കായിട്ട് നമ്മൾ അർപ്പണഭാവത്തോടുകൂടി നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു തത്വമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു തത്വത്തിലേക്കാണ് ഇത് നമ്മളെ എത്തിക്കുന്നത്. ദൈവയജ്ഞവും ബ്രഹ്മയജ്ഞവും ഒക്കെ ചെയ്യുക വഴി ഇന്ദ്രിയങ്ങളെയും കർമ്മങ്ങളെയും ഒക്കെ ആ ബ്രഹ്മത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ആ കർമ്മങ്ങൾക്ക് വളരെ ശ്രേഷ്ഠത കൂടുന്നു. ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് ആ യോഗി അല്ലെങ്കിൽ ആ വ്യക്തി മോചനം നേടുകയും ചെയ്യുന്നു. അപ്പോൾ ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെ എന്ന ഒരു ഭാവം,
അതാണ് ബ്രഹ്മഭാവത്തിൽ ഹോമിക്കൽ. അതാ തന്നെ നമുക്ക് ആ ഒരു ഭാവം നമുക്ക് ലഭിക്കുന്നു എന്ന് ശങ്കരാചാര്യരും ബ്രഹ്മയജ്ഞത്തിന് നൽകുന്ന വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ, ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. ജീവഭാവത്തെ ബ്രഹ്മഭാവത്തിലേക്ക് ഹോമിക്കുക എന്നതാണ് നമ്മൾ ഈ യജ്ഞങ്ങളിലൂടെ ചെയ്യേണ്ടത്. യജ്ഞങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഭാഷയിൽ പിന്നെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന, നമ്മൾ ഇടപെടുന്ന പല പല കർമ്മങ്ങൾ, ഇതെല്ലാം ഒരു യജ്ഞഭാവത്തിൽ നടത്തുമ്പോൾ ആ കർമ്മം വളരെ ശ്രേഷ്ഠമായിട്ട് മാറുകയും ചെയ്യും. അതാണ് ഇന്ന് നമ്മൾ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകം ഒരിക്കൽ കൂടെ വായിക്കാം. ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്യതി. അതായത് ചില യോഗികൾ ദൈവയജ്ഞം തന്നെ അനുഷ്ഠിക്കുന്നു, മറ്റു ചിലർ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ യജ്ഞത്താൽ തന്നെ യജ്ഞത്തെ ആഹൂതി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പം ജീവനും ബ്രഹ്മവും ഒന്നാണെന്ന് അവർ ബോധിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ജീവഭാവത്തെ ബ്രഹ്മഭാവത്തിലേക്ക് ഹോമിക്കൽ ആണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് എന്നും പറയുന്നു. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഭഗവാനെ ഓം തത്സത്.